ഹായ്, എക്സാമൊക്കെ ആവാറായി. നല്ല പേടിയായിരിക്കും അല്ലേ? പേടിക്കണ്ട കേട്ടോ, പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു വർഷം മുൻപൊക്കെ ആയിരുന്നെങ്കിൽ പേടിച്ചുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടായിരുന്നേനെ. ഇനിയിപ്പോൾ എക്സാമിന് 10 ദിവസം ഉള്ളപ്പോൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട. ഓക്കെ, അങ്ങനെ പോട്ടെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോഡേൺ ഫിസിക്സിലെ കുറേ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും ആ ഫോർമുലാസിലുള്ള ടേംസിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. സോ 3 ചാപ്റ്ററാണ് മോഡേൺ ഫിസിക്സിലുള്ളത്, അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. ശ്രദ്ധിക്കാം. ശരി, അപ്പോൾ ഡ്യുവൽ നേച്ചറിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫോട്ടോൺസിനെ കുറിച്ചാണ്. എന്താണ് സാർ ഫോട്ടോൺ? ഇങ്ങനെ ഒരു ടോർച്ച് ഉണ്ട്, ഇതിൽ നിന്ന് ലൈറ്റ് വരിക എന്ന് വിചാരിക്കുക. ഇതിൽ കുറേ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ. ഒരു ഫോട്ടോണിൻ്റെ എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ HF ആണ്. ഇവിടെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.6 × 10⁻34 ജൂൾ സെക്കൻഡ്. ഓക്കെ, ഇവിടെ F എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ്. ക്ലിയർ? അപ്പോൾ ഇതാണെന്ത്, ഒരു ഫോട്ടോണിൻ്റെ എനർജി. ഓക്കെ, ശരി. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? C/λ. അപ്പോൾ എഫിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യും? C/λ. ഇങ്ങനെയും ഫോർമുല ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എനർജി ഓഫ് ഫോട്ടോൺ HF അല്ലെങ്കിൽ HC/λ. ക്ലിയർ? ഓക്കെ. ഇനി ഈ Hൻ്റെ വാല്യൂ ഒക്കെ ഇട്ട് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടല്ലേ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഞാനിവിടെ ഈ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ? ഈ സ്റ്റാർ കണ്ടോ? HCയുടെ വാല്യൂ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? 1240 എടുക്കാം. എപ്പോഴാണെന്നറിയോ? ലാംഡ വേവ് ലെങ്ത് നാനോമീറ്ററിലാണെങ്കിൽ. അപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇലക്ട്രോൺ വോൾട്ടിൽ ഒരു ഫോട്ടോണിൻ്റെ എനർജി കിട്ടും. ഇനിയിപ്പോൾ വേവ് ലെങ്ത് ആങ്സ്ട്രത്തിലാണെങ്കിലോ 12400 ആ വേവ് ലെങ്ത്തോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി എന്ത് കിട്ടും? ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. ശ്രദ്ധിക്കുക, ജൂളിലല്ല എനർജി കിട്ടുന്നത്. ഈ ഫോർമുലയിൽ എനർജി കിട്ടുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ക്ലിയർ? ശരി. ഇനിയുള്ളത് ലൈറ്റിൻ്റെ എനർജി. സാർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുറേ ഫോട്ടോൺസ് അല്ലേ? ഈ എല്ലാ ഫോട്ടോണും ചേർന്നതാണ് എന്ത്? ലൈറ്റ് അല്ലെ? ഒരു ഫോട്ടോണിൻ്റെ എനർജി എത്ര സാർ? HF. ഇതിൽ എത്ര ഫോട്ടോൺസ് ഉണ്ട്? N ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ ലൈറ്റിൻ്റെ എനർജി എത്രയായിരിക്കും? NHF. സിമ്പിൾ പരിപാടി. അപ്പോൾ അതാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ വേവ് ലെങ്ത്തിൻ്റെ ടൈംസിലും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്ലിയർ? ശരി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പവർ എന്ന് പറഞ്ഞാൽ എന്താ സാർ? എനർജി ബൈ ടൈം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതുപോലെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സാർ? പവർ ബൈ ഏരിയ. ഇതിപ്പോഴാണ് പഠിക്കുന്നത് തോന്നുന്നു. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പവർ ബൈ ഏരിയ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ആദ്യം ലൈറ്റിൻ്റെ എനർജി എന്തായിരുന്നു? NHF അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ N/T ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിനെ സ്മോൾ n എന്ന് എഴുതാം. ഓക്കെ സാർ, എന്താണ് സ്മോൾ n? ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആയിരുന്നു ക്യാപിറ്റൽ N. സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺസ് വരുന്നുണ്ട്? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കമ്മിങ് പെർ സെക്കൻഡ്. ഈ ബൾബിൽ നിന്ന് ഒരു സെക്കൻഡിൽ എത്ര എണ്ണം വരുന്നുണ്ട്? അതാണെന്ത്? സ്മോൾ n. ക്ലിയർ? ഓക്കെ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക, NHF. പവറിൽ എന്താ? ഒരു സെക്കൻഡിൽ വരുന്ന ഇലക്ട്രോൺസ്. ടോട്ടൽ ഇലക്ട്രോൺസ് അല്ല. ടോട്ടൽ ഇലക്ട്രോൺസ് ക്യാപിറ്റൽ അല്ല, ടോട്ടൽ ഫോട്ടോൺസ് ക്യാപിറ്റൽ N. ക്ലിയർ? ഓക്കെ. അപ്പോൾ രണ്ടാമത് ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പവർ ബൈ ഏരിയ. കണ്ടോ? ഈ പവറിന് എന്ത് ചെയ്തു? ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇൻറ്റൻസിറ്റി കിട്ടി. ക്ലിയർ? ഇവിടെ ഈ Nൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പവറിൻ്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പവറിൻ്റെ ഇക്വേഷൻ NHC/λ. ഇതിൽ നിന്ന് Nൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? N എന്ന് പറഞ്ഞാൽ P⁴/H. സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ എന്താ പറയുക, തിരിച്ചു മറച്ചിട്ടത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എല്ലാം ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കമ്മിങ് പെർ സെക്കൻഡ് എത്രയായിരിക്കും? P⁴/HC. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, P⁴/HC. ക്ലിയർ? ഓക്കെ. അതിനുശേഷം വരുന്ന സാധനമാണ് ഫോട്ടോൺ ഫ്ലക്സ്. ഈ നമ്പറിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും? ഫോട്ടോൺ ഫ്ലക്സ് കിട്ടും. അതായത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഏരിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫോട്ടോൺ ഫ്ലക്സ് കിട്ടി. കണ്ടോ? അപ്പോൾ അതിൽ P/A എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു P/ഏരിയ, പവർ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി. അതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതാണ് ഫോർമുല എന്ന് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം ഫോട്ടോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഫ്ലക്സിനെ C കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്, ലൈറ്റിൻ്റെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇതാണ് ഫോർമുല. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോണിൻ്റെ എനർജി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഫോർമുലാസ്. ഇനിയുള്ളത് ഫോട്ടോൺസിൻ്റെ മൊമെൻറ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാർ, മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ
പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റം ആണ്, പവർ അല്ല കേട്ടോ. ശരി, ഓക്കെ, ശരി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/λ. ഇതാണ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം. ഇതാണ് ബേസിക് ഫോർമുല ഫോട്ടോണിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. ഞാൻ 3 കേസുകളാണ് പറഞ്ഞിട്ടുള്ളത്, ശ്രദ്ധിക്കാം. ഒരു സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഇടിക്കുകയാണ്. ആ സർഫസിൻ്റെ പ്രത്യേകത എന്താ? A = 1, R = 0. ഇതിൻ്റെ അർത്ഥം എന്താണ് സാർ? ഇത് നിങ്ങൾ മറ്റേ എന്താ പറയുക, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്റ്റിവിറ്റി, ആർ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞ സംഭവങ്ങളാണ്. A = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലൈറ്റിനെയും അബ്സോർബ് ചെയ്തു ഈ സർഫസ്. R 0 ആണ്, അതായത് റിഫ്ലക്ഷൻ ഇല്ല, ഫുൾ അബ്സോർപ്ഷൻ ആണ്. ക്ലിയർ? അപ്പോൾ ഇത്തരം കേസിൽ ലൈറ്റിന് ഒരു സർഫസിലേക്ക് ഇടിക്കുമ്പോൾ സർഫസ് മൊത്തം ലൈറ്റിനെ അബ്സോർബ് ചെയ്തു. അതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനിൽ ഈ ലൈറ്റ് സർഫസിൽ കൊടുത്ത ഫോഴ്സ്, ലൈറ്റ് ഒന്ന് ഇടിക്കുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതെങ്ങനെയാണ് സാർ ഫോഴ്സ് ഉണ്ടാവുക? കാരണം ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊമെൻ്റം ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. മൊമെൻ്റം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സിൻ്റെ ഫോർമുല പഠിച്ചു വയ്ക്കുക, ഡിറൈവ് ചെയ്ത് കാണിച്ചിരുന്നില്ല. ഫോഴ്സിൻ്റെ ഫോർമുല പഠിച്ചു വയ്ക്കുക. ക്ലിയർ? ഇതെവിടെയാണ് സാർ? കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുന്ന സർഫസിൽ ഫോഴ്സ്. ക്ലിയർ? ഇനി ഫോഴ്സ് ഉണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും സാർ. കണ്ടോ? ആ ഫോഴ്സ് ബൈ ഏരിയ, ആ പവറിനെ വിളിക്കുന്ന പേരാണ് പവർ അല്ല, പ്രഷർ. ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ പ്രഷർ. അപ്പോൾ അതിൻ്റെ ഫോർമുല പഠിക്കുക, I/C. കണ്ടോ? ഇവിടെ നിങ്ങൾ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? P/A, പവർ ബൈ ഏരിയ ഇൻറ്റൻസിറ്റി. അങ്ങനെയാണ് I വന്നത്. ക്ലിയർ ആണ്? ശരി. ഇനി നമുക്ക് അടുത്ത സർഫസ് എന്ന് പറയുന്നത് A = 0, R = 1. അതായത് ഇവിടെ അബ്സോർപ്ഷൻ ഒട്ടുമില്ല. എത്ര ലൈറ്റ് ഒന്ന് ഇടിച്ചോ ആ ലൈറ്റ് മൊത്തം എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്ത് പോയി. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്തരം സർഫസിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 2P/C. P എന്ന് പറഞ്ഞാൽ പവറാണ് കേട്ടോ. ഓക്കെ, ഇവിടെ RP റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2I/C. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു സർഫസ് ഉള്ളത് പാർഷ്യലി റിഫ്ലക്ട് ചെയ്യും, പാർഷ്യലി അബ്സോർബ് ചെയ്യും. കണ്ടോ? ഇവിടെ Aക്കും Rനും ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് നോക്കണ്ട, റേഡിയേഷൻ പ്രഷറിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. 2I/C × R + I/C × A. ഓക്കെ, അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരിക. R = 25% തന്നു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ നിങ്ങൾ എത്രയായിട്ട് എടുക്കണം? 1/4. അപ്പോൾ A എത്രയായിരിക്കും സാർ? A എത്രയായിരിക്കും? അപ്പോൾ 75% ആയിരിക്കും, അതായത് 3/4. ഇവിടെ റിലേഷൻ ഉണ്ട്. A + R ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 കിട്ടണം. കിട്ടണില്ലേ എന്ന് നോക്കിയാൽ 1 + 4/1/4 + 3/4 1. അപ്പോൾ അതാണ് Aയും Rയും തമ്മിലുള്ള റിലേഷൻ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതൊരു മിക്സ്ഡ് സർഫസ് ആണ്. കുറച്ച് റിഫ്ലക്റ്റും ചെയ്തു, കുറച്ച് അബ്സോർബും ചെയ്തു. അപ്പോൾ ആ ഒരു കേസിൽ ഇതായിരിക്കും റേഡിയേഷൻ പ്രഷറിൻ്റെ ഫോർമുല. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലൈറ്റിൻ്റെ എനർജിയെക്കുറിച്ചും മൊമെൻറ്റത്തിനെ കുറിച്ചും നിങ്ങൾ പഠിക്കണം. സ്പീഡ് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നുണ്ട്, സ്പീഡ് ഡെലിബറേറ്റ്ലി കൂട്ടുന്നതാണ്. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താടാ? യെസ്, അടുത്ത ഇതിൽ വരുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. നമ്മളൊരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് തെറിച്ചു പോകും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ശരി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സാർ തെറിച്ചു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മെറ്റൽ സർഫസ് ആണെന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ വരച്ച് കാണിച്ചാൽ മെറ്റൽ സർഫസ്, അതിൽ ഇലക്ട്രോൺ ഇരിക്കുകയാണ്. അപ്പോൾ മെറ്റൽ എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ പിടിച്ചു വെച്ചു. ഓക്കെ, ഒരു 100 ജൂളിൽ പിടിച്ചു വെച്ചു. ഇതിലേക്ക് ലൈറ്റ് ഒന്ന് ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ തെറിച്ചു പോകും. ക്ലിയർ? ഓക്കെ, അതായത് ഇവിടെ ഇലക്ട്രോണിനെ മെറ്റൽ സർഫസ് എന്ത് ചെയ്തു? പിടിച്ചു വെച്ചു ഈ 100 ജൂളിൽ. അന്ന് വിചാരിക്കട്ടോ, എക്സാമ്പിളാണ്. അപ്പോൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന എനർജീനെ വിളിക്കുന്ന പേരാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ലൈറ്റ് കൊണ്ട് ഇടിച്ചു. എത്ര ലൈറ്റ് ഇടിച്ചു? 101 ജൂളിൻ്റെ ലൈറ്റ് കൊണ്ട് ഇടിച്ചു. ഓക്കെ, ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോണിൻ്റെ എനർജി. നമ്മൾ ഇതിന് HF എന്ന് എഴുതി. ഈ ഫൈനെ നമ്മൾ എന്ത് എഴുതി? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി HF0 എന്ന് എഴുതി. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? നോക്കടാ, 101 100 മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1 ജൂള് കിട്ടില്ലേ? ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. 101 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുത്ത ലൈറ്റിൻ്റെ എനർജി, മൈനസ് 100 എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഫംഗ്ഷൻ. കണ്ടോ? = 1 എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇത്രയും കൈനറ്റിക് എനർജിയിൽ ഓടിപ്പോവും. ക്ലിയർ? ഇതൊരു സ്പെഷ്യൽ കണ്ടീഷനാണ്. പുറത്തു വരുന്ന ഇലക്ട്രോൺ നൈബറിങ്ങിലുള്ള ആറ്റംസ് ആയിട്ട് കൂട്ടിയിടിക്കണില്ല. കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഇത്ര എനർജിയിൽ വരുമോ? ഇല്ല. അപ്പോൾ ആരുമായിട്ട് കൊളൈഡ് ചെയ്യാതെ ഇലക്ട്രോൺ വരികയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ കൈനറ്റിക് എനർജി മാക്സ് എന്ന് എഴുതുന്നത് കേട്ടോ. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? Fന് പകരം C/λ എന്ന് കൊടുക്കാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്കിവിടെ കൈനറ്റിക് എനർജി മാക്സ് = HF - HF0 എന്ന് എഴുതാം. ചില സമയത്ത് നമ്മൾ EV0 എന്ന് എഴുതാറുണ്ട് കൈനറ്റിക് എനർജിക്ക് വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ഓടിക്കൊണ്ട് വരികയാണല്ലോ.
ഇലക്ട്രോൺ പുറത്ത് ചാടി ഇത് 1 ജൂൾ എനർജിയിൽ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, കണ്ടോ, ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യും, ഇന്നെ റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, അതിനാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ആ വോൾട്ടേജിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ക്ലിയർ. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജിനെ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഈ ബാറ്ററി ചെയ്ത വർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ബാറ്ററി ഇലക്ട്രോൺ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്തു എന്ന് കിട്ടും. ക്ലിയർ. ഓക്കെ, വർക്കിൻ്റെ ഇക്വേഷൻ QV കണ്ടോ, വർക്ക് ഈക്വൽ ടു QV അല്ലേ. ഇവിടെ ഇലക്ട്രോൺ ആണ് ചാർജ്, അതുകൊണ്ട് E എന്ന് എഴുതി. അപ്പോൾ E ഇൻറ്റു ഇവിടെ കൊടുത്ത വോൾട്ടേജ് V0. ക്ലിയർ. അപ്പോൾ ഇലക്ട്രോണെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി അതാണ് നമ്മുടെ EV0. ക്ലിയർ. ശരി. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷനിൽ EV0 ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുകയുണ്ടോ, ഈ രീതിയിലൊക്കെ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ കറണ്ട് കൂടും. ഓക്കെ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമുക്ക് മെറ്റൽ സർഫസിലേക്ക് ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഫോട്ടോ കറണ്ട് എന്തെയും കൂടും. ക്ലിയർ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടും. കണ്ടോ, കുറേ ഫോട്ടോൺസ് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ഇടിക്കും. കണ്ടോ, കുറേ ഫോട്ടോൺസ് വന്ന് ഇടിക്കുമ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, കുറേ ഇലക്ട്രോൺസ് ഇറങ്ങി വിടും. കുറേ ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ കുറേ കറണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടും, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് കൂടുന്നത്. ക്ലിയർ. ഇനി ഫ്രീക്വൻസി കൂടുമ്പോഴോ, ഫ്രീക്വൻസി കൂടുമ്പോൾ ഫോട്ടോൺസിൻ്റെ എനർജി കൂടും, നമ്പർ കൂടില്ല. ഫ്രീക്വൻസി കൂടുമ്പോൾ ഫോട്ടോൺസിൻ്റെ എനർജി കൂടും. ക്ലിയർ. ഓക്കെ, അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഗ്രാഫ്. നമുക്ക് ഇതിനൊക്കെ ഗ്രാഫ് വരയ്ക്കാം കേട്ടോ. ഓക്കെ, എല്ലാത്തിനും ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഫ്രീക്വൻസി ഉള്ള ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതായിരിക്കും ത്രഷോൾഡ് ഫ്രീക്വൻസി. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, 2 ഗ്രാഫുകളുണ്ട്, എയും ബിയും. ഇതിൽ ആരെ ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ് കൂടുതൽ? നോക്ക്, ഫ്രീക്വൻസി ഇവിടെ ഈ വി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇയാളുടെ ത്രഷോൾഡ് ഫ്രീക്വൻസി ഇത്രയേ ഉള്ളൂ. ഇയാളുടെയോ ഇത് കണ്ടോ, ഈ പോയിന്റാണ് ത്രഷോൾഡ് ഫ്രീക്വൻസിനെ കാണിക്കുക. ഓക്കെ, എയുടെ ത്രഷോൾഡ് ഫ്രീക്വൻസി ഇത്, ബിയുടെ ത്രഷോൾഡ് ഫ്രീക്വൻസി ഇത്. ഓക്കെ, വീണ്ടും സ്പീഡ് കൂട്ടാണ്. യെസ്, നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ്. ഓക്കെ, അടുത്തത് ബോറിൻ്റെ പോസ്റ്റുലേറ്റ് ആണ്. ആറ്റംസിലേക്ക് വന്നിട്ടോ. ഡ്യുവൽ നേച്ചർ ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല സാർ, ഒരു കാര്യം കൂടി ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഇത്രയും പറഞ്ഞത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ മാറ്റർ വേവ്സിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റിന് മാത്രമല്ല വേവ് ലെങ്ത്, മാറ്റർ നമ്മളെ പോലെയുള്ള മാറ്ററിനും വേവ് ലെങ്ത് ഉണ്ട്. ആ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ത് പറഞ്ഞു, h/p എന്ന് പറഞ്ഞു. വേർ പി ഈസ് ദ മൊമെൻറ്റം, നമ്മുടെ മൊമെൻറ്റം ആണെന്ത് പി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എഴുതി വെച്ചിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു h/p, ഇതാണ് ആൾ പറഞ്ഞ ബേസിക് ഇക്വേഷൻ. ഇത് നമുക്ക് മൊമെൻറ്റത്തിന് എങ്ങനെ എഴുതാം? മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2m ടൈംസ് കൈനറ്റിക് എനർജി ആയിരിക്കും. യെസ്, ശരിയാണല്ലോ. യെസ്, മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2m ടൈംസ് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, മൊമെൻറ്റോ കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻറ്റത്തിന് പകരം എന്ത് ചെയ്യാം, ഈ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ h/√2m എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അവിടെ ഇട്ട് കൊടുത്തു. ക്ലിയർ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തിനോട് ഈക്വലാന്ന് എഴുതാം, എന്തിനോട് ഈക്വലാന്ന് എഴുതാം, EV. ഇലക്ട്രോണിൻ്റെ കേസിൽ EV എന്ന് എഴുതാം. ജനറലി നമ്മൾ എന്ത് ചെയ്യുക, QV എന്നാണ് എഴുതാം. ക്ലിയർ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇത്രയും പൊട്ടൻഷ്യൽ എനർജിയോട് ഈക്വൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യം, ഇലക്ട്രോൺ സ്റ്റോപ്പ് ചെയ്യുന്ന കേസ്. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ കേസിൽ ചാർജ് നമുക്ക് എന്ത് ചെയ്യാം, EV എന്ന് എഴുതാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇലക്ട്രോണിന് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി ഫോർ ഇലക്ട്രോൺ. യെസ്, h/√2m കൈനറ്റിക് എനർജിക്ക് വരെ എന്ത് എഴുതി, പൊട്ടൻഷ്യൽ എനർജിയുടെ ടൈംസിൽ EV എന്ന് എഴുതാം. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിച്ച വോൾട്ടേജ് ആണ്. ക്ലിയർ. അപ്പോൾ ഇവിടെ കുറച്ച് സ്പെഷ്യൽ കേസുകളുണ്ട്. നിങ്ങൾ Hന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കുറച്ച് ട്രിക്ക് ഫോർമുലാസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചാർജ്ഡ് പാർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ആദ്യം പറയുന്നത് കേട്ടോ. ഇലക്ട്രോൺ ആണ് E-. ഇലക്ട്രോൺ ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു. കണ്ടോ, Hന്റെ വാല്യൂ, മാസ് ഓഫ് ഇലക്ട്രോൺ ഒക്കെ ഇട്ട് കൊടുത്തു, പിന്നെ ഇയുടെ വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, √150 നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇതിട്ട് നമുക്ക് എന്ത് കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് കിട്ടും. ക്ലിയർ, മനസ്സിലായി? ഈ വോൾട്ടേജിലുള്ള ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് കിട്ടും. വേവ് ലെങ്ത് ആങ്സ്ട്രത്തിലാണ് കിട്ടുക. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പ്രോട്ടോൺ ആണ്. E+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫോർമുലയ്ക്ക് കാര്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോട്ടോണിൻ്റെ മാസ്, പ്രോട്ടോണിൻ്റെ ചാർജ്, Hന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നമ്പർ കിട്ടും. അപ്പോൾ നമ്മൾ അവിടുത്തെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
പ്രോട്ടോണിൻ്റെ വേവ് ലെങ്ത് കിട്ടും അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ വോൾട്ടേജ്. ക്ലിയർ? മനസ്സിലാണ്ടോ? നിങ്ങൾക്കൊരു വോൾട്ടേജ് തന്നിട്ട് ആ വോൾട്ടേജിൽ പ്രോട്ടോണിൻ്റെ വേവ് ലെങ്ത് വെച്ച് എന്ത് ചെയ്യുക? ആ വോൾട്ടേജ് ഇവിടെ ഇട്ട് കൊടുക്കുക ഈ ഫോർമുലയ്ക്ക്. ആങ്സ്ട്രത്തിൽ വോൾട്ടേജ് കിട്ടും. ക്ലിയർ? ഓക്കെ. അതുപോലെ ഇത് ഡ്യൂട്രോണിന് വേണ്ടിയിട്ട് ഈ ഫോർമുലകൾ അപ്ലൈ ചെയ്യും. ആൽഫ പാർട്ടിക്കിളിന് വേണ്ടി ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ക്ലിയർ? ഓക്കെ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡ്യുവൽ നേച്ചർ തീരുകയാണ്. ഇനി നമ്മുടെ ആറ്റംസ് ആണ്. ആറ്റംസിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് സാർ പഠിക്കുന്നത്? ആറ്റങ്ങളെ കുറിച്ച്, വേറെ എന്തിനെ കുറിച്ച് പഠിക്കുക? ശ്രദ്ധിക്കുക. ആറ്റത്തിൽ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നത് വെച്ചാൽ ആറ്റങ്ങളെ കുറിച്ചാണ്. ആറ്റത്തിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എത്രയാ? ZD അല്ലേ? Z എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ. എത്ര ആറ്റോമിക് നമ്പർ അത്രയും പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ZD ചാർജ് അകത്തുണ്ടായിരിക്കും, പുറത്ത് ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കറങ്ങണമെങ്കിൽ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. mv²/r എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരെ കൊടുക്കുക? ഇവർക്കിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് K × Q1 Q2 ZD × E ZD²/r². കണ്ടോ? ക്ലിയർ? ഓക്കെ. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ എവിടേക്ക് ഇറങ്ങുക? നോക്ക്, ന്യൂക്ലിയസിനുള്ള ചുറ്റുള്ള എല്ലാ സർക്കുലർ ഓർബിറ്റിലും ഇലക്ട്രോൺ കറങ്ങാൻ പറ്റുമോ? അത് പറ്റില്ല സാർ. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ കറങ്ങാനായിട്ട് പറ്റുള്ളൂ. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? എവിടെയാണ് ആംഗുലാർ മൊമെൻറ്റം NH/2π ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ മാത്രമേ കിട്ടുള്ളൂ. എന്നിൻ്റെ വാല്യൂസ് എന്തായിരിക്കണം? എന്നിൻ്റെ വാല്യൂ 1. അത് ഇട്ട് കൊടുക്കുമ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിന് ഒരു വാല്യൂ കിട്ടില്ലേ? ആ ഒരു സർക്കിളിലാണ് കറങ്ങുക ആദ്യത്തെ സെറ്റ് ഇലക്ട്രോൺ. പിന്നെ എന്നിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു ആംഗുലാർ മൊമെൻറ്റം കിട്ടില്ലേ? ആ ഒരു സ്പേസിലാണ് എന്ത് ചെയ്യുക? അടുത്ത ഇലക്ട്രോൺസിനെ കാണാനായിട്ട് പറ്റുക. മനസ്സിലായോ? ശരി. ഓക്കെ, ശരി. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി മാറില്ല. എനർജി എപ്പോഴാണ് സാർ മാറുക? ഇലക്ട്രോണിൻ്റെ എനർജി മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ E2 എന്ത് ചെയ്തു? E1 വന്നു. കണ്ടോ? ഇവിടെ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഇതിൻ്റെ എനർജി എത്രയാണ്? E2 ആണ്, മാറില്ല. E1 ഇവിടെ എനർജി E1 ആണ്. ഇവിടെ നിന്ന് എനർജി മാറില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടിക്കഴിഞ്ഞാൽ എനർജി എന്ത് ചെയ്യും? മാറും. കണ്ടോ? ലൈറ്റിന് എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനർജീനെ പുറത്തു വിടും. എത്ര എനർജി? E2 - E1. കണ്ടോ? അതിൻ്റെ വാല്യൂ hc/λ. ഫോട്ടോണിൻ്റെ ടൈംസിൽ എഴുതി. കണ്ടോ? hc/λ എന്ന് എഴുതി. ക്ലിയർ? ഒരു സ്ഥലത്ത് കറങ്ങുമ്പോൾ എനർജി പുറത്ത് വിടില്ല. പുറത്ത് വിടണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രാൻസിഷൻ നടത്തുമ്പോഴാണ് എനർജി പുറത്ത് വിടുക. ശരി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത്. യെസ്, ആ കാര്യങ്ങളാണിത്. ശരി. ഓക്കെ. അതിനുശേഷം ബോർ മോഡൽ നോക്ക്. നിങ്ങൾ ബോർ മോഡൽ ഇത് ആർക്കാണ് ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഹൈഡ്രജനും അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിനുമാണ് ബോറിൻ്റെ മോഡൽ അല്ലെങ്കിൽ ഫോർമുല സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സിംപ്ലി പറഞ്ഞാൽ 1 ഇലക്ട്രോൺ സിസ്റ്റം, ഒരു ഇലക്ട്രോണുള്ള സിസ്റ്റത്തിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? ഓക്കെ. അതായത് ന്യൂക്ലിയസും പിന്നെ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആറ്റങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോർ മോഡൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്തരം ആറ്റങ്ങളുടെ കേസിൽ ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതാണ് ഫോർമുല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലിൻ്റെ നമ്പറാണ്. Z എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പറാണ്. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അതായത് ഹീലിയത്തിൽ നോക്ക് സാർ, ഇതാണ് ഹീലിയം. ഇതിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണെ കളഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ഈ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ശരി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? Z എന്ന് പറയുന്നത് ഹീലിയാണെങ്കിൽ 2 ഇട്ട് കൊടുക്കണം. ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. ക്ലിയർ? ഓക്കെ. അതിനുശേഷം ഒരു ഓർബിറ്റിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ആംഗുലാർ വെലോസിറ്റിയുടെ ഫോർമുല. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോർമുല എന്ന് പറയുന്നത് ഈ റിലേഷൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ റിലേഷൻ കണ്ടോ? ഈ റിലേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇതെങ്ങനെ കിട്ടുക? വെലോസിറ്റിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ കിട്ടും. ആ റിലേഷൻ പഠിക്കുക. ടൈം പീരീഡ് പഠിക്കുക. അതിൻ്റെ റിലേഷൻ പഠിക്കുക. എനർജി ഇത് പഠിക്കുക കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ. എനർജിയുടെ റിലേഷൻ അങ്ങനെ തന്നെ പഠിക്കുക. Z എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണ്. N എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറാണ്. ഓക്കെ. ഇനി എനർജി ലെവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് എനർജി ലെവൽസിനെ കുറിച്ചാണ് പറയുന്നത്. N = 1 ആണെങ്കിൽ ആ എനർജി ലെവൽ അതിൻ്റെ എനർജി എത്രയായിരിക്കും? ഇതായിരിക്കും. N = 2 ആകുമ്പോൾ ഇതാണ് എനർജി, 3 ആകുമ്പോൾ ഇതാണ് എനർജി, 4 ഇതാണ് എനർജി. അത് പഠിക്കാം. ഇനിയുള്ളത് എന്താ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ഒരു എനർജി ലെവലിൽ നിന്ന് വേറെ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്താൻ എന്ത് വരും? എനർജി ലിബറേറ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ നമുക്ക് ഹയർ എനർജിയിൽ നിന്ന് 1ലേക്കാണ് വരുന്നതെങ്കിൽ ലൈറ്റ് പുറത്ത് വിടുമല്ലോ. ആ പുറത്ത് വിടുന്ന ആ സീരീസ്, ആ ലൈറ്റിൻ്റെ കളക്ഷൻ വിളിക്കുന്ന പേരാണ് ലൈമൻ സീരീസ്. ഈ ഒരു വേവ് ലെങ്ത്തിലുള്ള ലൈറ്റാണ് ഇവിടെ എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുക, പുറത്ത് വിടുക.
ഇനിയിപ്പോൾ നോക്കി 2ലേക്കാണ് വരികയാണെങ്കിൽ ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് ബാൽമർ സീരീസ്. ഈ സീരീസിൻ്റെ പ്രത്യേകത ഇവിടെ പുറത്ത് വരുന്ന ലൈറ്റ് എന്താ, കണ്ണുകൊണ്ട് കാണാൻ പറ്റും, വിസിബിൾ ലൈറ്റ് ആണ് ഇങ്ങനെ ട്രാൻസിഷൻ നടത്തുമ്പോൾ പുറത്ത് വിടുക. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക. ശരി, പിന്നെ അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പാഷൻ റാക്കറ്റ് ഫണ്ട് കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് പഠിക്കുക. പിന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്റേസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റേ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എക്സ്റേയുടെ വേവ് ലെങ്ത് 1 ആങ്സ്ട്രോം ആണ്. ആക്ച്വലി 0.1 ആങ്സ്ട്രോം തൊട്ട് 100 ആങ്സ്ട്രോത്തിന് ഇടയിലാണ്. നമ്മളൊരു വാല്യൂ ആയിട്ട് വേണമെങ്കിൽ 1 ആങ്സ്ട്രോം എന്ന് പഠിക്കാം. ക്ലിയർ? എക്സ്റേസ് 2 തരത്തിലുണ്ട്. സോഫ്റ്റ് എക്സ്റേസ് ഉണ്ട്, അതിൻ്റെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും, എനർജി കുറവായിരിക്കും. ഹാർഡ് എക്സ്റേസ് ഉണ്ട്, വേവ് ലെങ്ത് കുറവ്, എനർജി കൂടുതലായിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ജിയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2 രീതിയിലുള്ള വേറെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് കണ്ടിന്യൂസ് എക്സ്റേസും, രണ്ടാമത് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേസും. കണ്ടിന്യൂസ് എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, എക്സ്റേ എന്നുള്ള ടോപ്പിക് എങ്ങനെയാണ് സാർ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പഠിച്ചു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് ഇടിപ്പിച്ചപ്പോൾ ഇലക്ട്രോൺ പുറത്തു വന്നു. അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള തോട്ടാണ് എക്സ്റേയുടെ തോട്ട്. ലൈറ്റ് ഇടിപ്പിച്ചപ്പോൾ ഇലക്ട്രോൺ പുറത്തു വന്നു. സാർ അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ ഇടിപ്പിച്ചിട്ട് ലൈറ്റ് പുറത്തു കൊണ്ടുവന്നാലോ? അതാണ് എക്സ്റേ. ഇലക്ട്രോൺ ഇടിച്ചു, ലൈറ്റ് പുറത്തു വന്നു, ആ ലൈറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, എക്സ്റേ. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് ലൈറ്റിനൂടെ പുറത്തെടുക്കുന്നത്. അതിലൊരു ടൈപ്പാണ് കണ്ടിന്യൂസ് എക്സ്റേ, രണ്ടാമത്തെ ടൈപ്പാണെന്ത്, ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ. കണ്ടിന്യൂസ് എക്സ്റേയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഒരു ആറ്റത്തിലേക്ക് കൊണ്ട് ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. കണ്ടോ? അപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കാരണം എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ചെരിയും. കണ്ടോ? അതായത് ഇത് ഡീസലറേറ്റ് ചെയ്യപ്പെടും. അങ്ങോട്ടേക്ക് പോകുന്ന ആൾ എന്ത് ചെയ്യും, ഈ അട്രാക്ഷൻ കാരണം ഡീസലറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഡീസലറേറ്റ് ചെയ്യുമ്പോൾ എനർജി പുറത്തു വിടും. ആ എനർജി ലൈറ്റിൻ്റെ രൂപത്തിൽ പുറത്തു വരും. അപ്പോൾ ആ ലൈറ്റാണ് എന്ത്, ഇവിടുത്തെ എക്സ്റേ. ക്ലിയർ? അപ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ, ആ എക്സ്റേ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നിങ്ങൾ പഠിച്ചു വെക്കണം, 1240/V. വി എന്ന് പറയുന്നത് നിങ്ങളിവിടെ കൊടുത്ത വോൾട്ടേജ് ആണ്. ഇലക്ട്രോൺ ഓടിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോൺ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യണം. യെസ് ഓർ നോ? ഇലക്ട്രോൺ നിങ്ങൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. കണ്ടോ? പ്ലസ് വോൾട്ട്, ഹൈ പൊട്ടൻഷ്യൽ, ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺ എന്ത് ഓടുക. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഇലക്ട്രോൺ ഓടിച്ച് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ട് കയറ്റാനായിട്ട് നിങ്ങൾ എത്ര വോൾട്ടേജ് ആണ് ഇവിടെ കൊടുത്തത്, ആ വോൾട്ടേജ് ഇട്ട് കൊടുത്ത് എന്ത് കിട്ടും, അതുമൂലം ഇവിടെ പുറത്തു വന്ന എക്സ്റേയുടെ വേവ് ലെങ്ത് കിട്ടും. ക്ലിയർ? ശരി, ഓക്കെ. അടുത്തത് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ. ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അധികം പറയാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഇങ്ങനെ ആറ്റത്തിലേക്ക് പോകുമ്പോൾ ഒരു പോസിബിലിറ്റി ഉള്ളത്, ഇലക്ട്രോൺ ചിലപ്പോൾ എന്ത് ചെയ്യും, അടുത്തുള്ള ഇലക്ട്രോൺസിൻ്റെ മേലെ പോയി ഇടിക്കും. അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. യെസ് ഓർ നോ? അല്ല, ഇവിടെ ആരും മേത്തും പോയി ഇടിക്കാത്തപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യാണ് ജസ്റ്റ്, അവിടെയുള്ളതാണ് കണ്ടിന്യൂസ് എക്സ്റേ. ഇനിയിപ്പോൾ ഇലക്ട്രോണിൻ്റെ മേൽ, വേറൊരു ഇലക്ട്രോണിൻ്റെ മേൽ പോയി ഇടിച്ചു എന്ന് വിചാരിക്കും. കണ്ടോ? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു, കെ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ മേലെ പോയിട്ട് ഇടിച്ചു. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് തെറിച്ചു പോയി. കണ്ടോ? ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയി. ഓക്കെ, ഈ ഇലക്ട്രോൺ ഇത് തെറിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു വാക്കൻ്റ് സ്ഥലം ഉണ്ടായില്ലേ, വാക്കൻ്റ് സ്ഥലം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, വാക്കൻസി ഉണ്ടായാൽ എന്ത് ചെയ്യും, എൽ ഷെല്ലിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വന്നിരിക്കും. ചിലപ്പോൾ എന്ത് സംഭവിക്കാം, കെ എൽ എം ഷെല്ലിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടത്താം. കണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് വരികയാണ്. ആ ട്രാൻസിഷൻ മൂലം ഒരു എനർജി ഉണ്ടാവില്ലേ, അത് ലൈറ്റിൻ്റെ രൂപത്തിൽ കാണും അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവുന്നത്, ഈ ട്രാൻസിഷൻ മൂലം എക്സ്റേ ഉണ്ടാവും. ഇലക്ട്രോൺ എന്ത് ചെയ്തു, നേരെ പോയിട്ട് ഇലക്ട്രോണെ ഇടിച്ച് തെറിപ്പിച്ചു. അപ്പോൾ വേറെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരും, അതുമൂലം എനർജി ഉണ്ടാവും. അതാണ് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ. കണ്ടോ? സം ഇൻസ്റ്റന്റ് ഇലക്ട്രോൺ നോക്സ് ഓഫ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഓഫ് കെ എൽ എം ഷെൽ. അപ്പോൾ ഏത് ഷെല്ലിൽ ഇലക്ട്രോൺ വേണമെങ്കിലും ഇടിച്ച് തെറിപ്പിക്കുക കേട്ടോ. ചിലപ്പോൾ കെ എൽ ഇടിച്ച് തെറിപ്പിക്കും, ചിലപ്പോൾ എല്ലിനെ ഇടിച്ച് തെറിപ്പിക്കുക. അപ്പോൾ വാക്കൻസി കാണുമ്പോൾ വേറെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസ് വരും. ആ ട്രാൻസിഷൻ മൂലം എക്സ്റേ ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പോൾ ഇതൊക്കെ നോക്കുക നിങ്ങൾ. ദെൻ ഇലക്ട്രോൺ ഫ്രം എലമെന്റ് ക്യാൻ ജംപ് ടു കെ എക്സ്റേ. അപ്പോൾ ഈ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്ക്, ഇപ്പോൾ കെയിൽ നിന്നാണ് ഇപ്പോൾ ഇലക്ട്രോൺ പോയത്. എൻ്റെ എക്സാമ്പിൾ അനുസരിച്ച് കെയിലെ ഇലക്ട്രോണാണ് ഞാൻ ഇടിച്ച് തെറിപ്പിച്ചതെന്ന് എനിക്ക് വാക്കൻസി ഉണ്ടായി. അപ്പോൾ ഒന്നെങ്കിൽ എല്ലിൽ നിന്ന് ഇലക്ട്രോൺ വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എമ്മിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ വരാം, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഇലക്ട്രോൺ വരാം. കണ്ടോ? ഓക്കെ, അപ്പോൾ അവിടെയും ലാംഡയുടെ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ ഫോർമുല ഉണ്ട് ലാംഡ കണ്ടുപിടിക്കാൻ. ഈ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എടാ, കെയിൽ ഇലക്ട്രോൺ പോയി, നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് കെ ഷെല്ലിലെ ഇലക്ട്രോൺ പോയി, ഇവിടെ നിന്ന് ഇലക്ട്രോൺ പോയി. അപ്പോൾ എല്ലിൽ നിന്ന് ചിലപ്പോൾ ഇലക്ട്രോൺ വരും. കണ്ടോ? അപ്പോൾ എല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് പുറത്തു പോകുമല്ലോ. കണ്ടോ? ആ എക്സ്റേനെ വിളിക്കുന്ന പേരാണെന്ത്, കെ ആൽഫ. ഇനിയിപ്പോൾ എമ്മിൽ നിന്നാണ് ഇലക്ട്രോൺ ചാടിയെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് പോയില്ലേ, ഈ എക്സ്റേനെ വിളിക്കുന്ന പേരാണെന്ത്, കെ ബീറ്റ.
ഇനിയിപ്പോൾ N എന്നാണെങ്കിലോ K ഗാമ. ഓക്കെ, ഒരു കാര്യം കൂടെ ഇതും കൂടെ ഓർത്ത് വയ്ക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ലാംഡ K ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ലാംഡ K ആൽഫ ആയിരിക്കും. കാരണം എനർജി കൂടുന്നതുകൊണ്ട് അവിടെ വേവ് ലെങ്ത് എന്തായിരിക്കും, കുറവായിരിക്കും. ക്ലിയർ? യെസ്, ഇത് ഓർത്ത് വയ്ക്കുക. ഓവറായിട്ട് ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓർത്ത് വയ്ക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, ചിലപ്പോൾ നമുക്ക് ഇലക്ട്രോൺ വന്ന് ഇടിച്ച് തെറിപ്പിച്ചത് L ഷെല്ലിൽ ഇലക്ട്രോണാന്ന് വിചാരിക്കും. ഇലക്ട്രോൺ പോയിട്ട് L ഷെല്ലിൽ ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഇടിച്ച് തെറിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എന്ത് ചെയ്യും, M ന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ വരും അല്ലേ. അപ്പോൾ Lലേക്കാണ് ഇലക്ട്രോൺ വരണമെങ്കിൽ നമ്മൾ എന്ത് പറയും, L ആൽഫ. കണ്ടോ? ഇനിയിപ്പോൾ N നിന്നാണ് വരുന്നതെങ്കിൽ L നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് L ബീറ്റ. ആ രീതിയിൽ പേരുകൾ മാറും കേട്ടോ. L ആൽഫ, L ബീറ്റ, ആ രീതിയിൽ പേരുകൾ മാറും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമുക്കൊരു മോസ്ലീസ് ലോയിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മോസ്ലീസ് ലോയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോർമുല ഉണ്ടോ, ഈ ഒരു ഫോർമുല ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഫോർമുലയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പുറത്തേക്ക് വരുന്ന, നമ്മളിവിടെ പുറത്തേക്ക് വരുന്ന എക്സ്റേയുടെ വേവ് ലെങ്ത് പഠിച്ചില്ല, അതുപോലെ പുറത്ത് വരുന്ന എക്സ്റേയുടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണത്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഇവിടെ A എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ്, കോൺസ്റ്റൻറ്റ് എയുടെ വാല്യൂ ഇതാണ് കേട്ടോ. എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, എയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. R എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. K സീരീസിന് സിഗ്മയുടെ വാല്യൂ എന്തായിട്ട് എടുക്കുക, നിങ്ങളിവിടെ 1 ആയിട്ട് എടുക്കുക. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് എന്തിനുള്ള ഇക്വേഷനാണ് സാർ? ഇതെന്തിനുള്ള ഇക്വേഷനാണ്? ക്യാരക്ടറിസ്റ്റിക് എക്സ്റേയുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ക്ലിയർ? ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ഫിഗറും കൂടെയൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. നോക്കടാ, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്ട്രാ ആണ് വരിക. കണ്ടോ? ഈ ഒരു സിറ്റുവേഷനിൽ ഈ രീതിയിലായിരിക്കും ഗ്രാഫ്. അതേസമയം ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ ഇതിനിടയ്ക്ക് കാണിച്ചിരിക്കുന്നുണ്ടോ? ഈ രീതിയിൽ ഇലക്ട്രോണെ പോയി ഇടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വേറെ വേവ് ലെങ്ത്തിലുള്ള എക്സ്റേസും കൂടെ പുറത്ത് വരും. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഗ്രാഫ് നോക്കുക. നമ്മൾ അവസാനം വരുന്നത് ന്യൂക്ലിയസിലേക്കാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ന്യൂക്ലിയസ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. X ആണ് ഒരു ന്യൂക്ലിയസ് എങ്കിൽ അതിൻ്റെ A എന്ന് പറയുന്നത് മാസ് നമ്പറാണ്, Z എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണ്. ഇനി ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരാണ് സാർ ഉള്ളത്? ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവർക്കിടയിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ന്യൂട്രോണിനും ന്യൂട്രോണിനും ഇടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ഈക്വൽ ടു പ്രോട്ടോണിനും ന്യൂട്രോണിനും ഇടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ഈക്വൽ ടു പ്രോട്ടോണിനും ഇടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ്. അതായത് ഇവിടെ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ഇവർക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും ഇവർക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും ഇവർക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ? യെസ്, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ പ്രോട്ടോൺ ഇവർക്കിടയിൽ എന്തുണ്ട്, ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ഇത് നോക്കി, ഇവിടെ പ്രോട്ടോൺ ഇടയിൽ എന്തുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. രണ്ടും എന്തായിരിക്കും, സ്റ്റേബിൾ ന്യൂക്ലിയസിൻ്റെ കേസിൽ രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഡയറക്റ്റ് ഫോർമുല ബേസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് R0 A⁻1/3. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. R0ൻ്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക. 10⁻⁻15 അതിനെ ഫെർമി കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക. ഇനിയുള്ളതൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് കേട്ടോ. നോക്ക്, ഇവിടെ Z പ്രോട്ടോണും A-Z ന്യൂട്രോണും ചേർന്നിട്ടുണ്ടായി ഒരു ന്യൂക്ലിയസ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്തു, കുറച്ച് എനർജി പുറത്തേക്ക് വന്നു. അതിനാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുക കേട്ടോ. ഞാൻ ഒട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത് ജസ്റ്റ് ഫോർമുലാസ് പറയുന്നത് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ശ്രദ്ധിക്കാം, ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ന്യൂക്ലിയോൺസ് ചേർന്ന് ഒരു ന്യൂക്ലിയസ് ഉണ്ടായി. ഓക്കെ, അതിന് എത്ര എനർജി വേണം, അതാണ് എന്ത്, ബൈൻഡിങ് എനർജി. ഓക്കെ, അതല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് ന്യൂക്ലിയോൺസ് ആയി, അവിടെ എത്ര എനർജി റിലീസ് ചെയ്തു. രണ്ട് രീതിയിലും ബൈൻഡിങ് എനർജി തന്നെ പറയാം. ക്ലിയർ? രണ്ടുപേര് കൂടിച്ചേരാനായിട്ടുള്ള എനർജി ബൈൻഡിങ് എനർജി, രണ്ടുപേര് സ്പ്ലിറ്റ് ആവാനായിട്ടുള്ള എനർജി അതും എന്താണ്, ബൈൻഡിങ് എനർജി. ക്ലിയർ? ശരി, രണ്ട് രീതിയിൽ പറയാം. അപ്പോൾ ബൈൻഡിങ് എനർജി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാസ് ഡിഫക്റ്റിനെ C² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, നിങ്ങൾ അറിയാതിരിക്കുക എന്താ മാസ് ഡിഫക്റ്റ് എന്നൊക്കെ. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളൊരു കാര്യം ഇതാണ്. ഇത് ശ്രദ്ധിക്കുക, ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കിലോഗ്രാം മാസിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അതായത് നിങ്ങളിൽ 2 ആറ്റോമിക് മാസ് ഉണ്ടെന്ന് വിചാരിക്കും. എനർജി എത്രയായിരിക്കും, 2 × 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ക്ലിയർ? ഈ കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു AMUവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 AMU ഉണ്ടെങ്കിലോ, മാസ് ഡിഫക്റ്റ് 10 ആണെങ്കിലോ
ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. ഇവിടെ കൂടുതലും നമ്മൾ എനർജി കണ്ടുപിടിക്കുന്നത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്, ജൂൾസിലല്ല, മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. ആ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഓടിച്ച് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇവിടെ ഒരു കുഞ്ഞു കാര്യം വിട്ടുപോയത്, ഇവിടെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ലൈറ്റ് ഇങ്ങനെ വരികയാണ്, ഓക്കെ, അതൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഫേസിലും തട്ടുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഫേസിൽ തട്ടിയ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ച് നിങ്ങൾ എന്താ പറയേണ്ടത്? ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ബൈ ഏരിയ ആണ്. ഇവിടെ ഏത് ഏരിയ നിങ്ങൾ എടുക്കുക? ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പവർ ബൈ ഏരിയ. ഏത് ഏരിയ എടുക്കുക? നിങ്ങൾ പവർ തന്നിട്ടുണ്ട് 60 വാട്ടാണ് പവർ. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ നിങ്ങൾ എടുക്കേണ്ടത്, നമുക്ക് ഈ ലൈറ്റ് വന്നിടിക്കുമ്പോൾ ഒരു സിലിണ്ടറിലേക്ക് ലൈറ്റ് വന്നിടിക്കുമ്പോൾ സിലിണ്ടറിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ലൈറ്റ് കാണുക, കണ്ടോ? അപ്പോൾ അതിൻ്റെ ഏരിയ 2RH, ഇതിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ 2RH ആണ് നിങ്ങളിവിടെ ഏരിയ ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നോക്കി, ലൈറ്റ് ഒരു സ്പിയറിലേക്ക് പോയിടിക്കുകയാണ്. ഇൻറ്റൻസിറ്റി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈറ്റിൻ്റെ പവറിനെ സ്പിയറിലേക്ക് പോയിടിക്കുമ്പോൾ സ്പിയറിൻ്റെ ഒരു സർക്കിളായിട്ടുള്ള ഭാഗമാണ് കാണുക. അപ്പോൾ πr² ആണ് നിങ്ങൾ ഏരിയ ആയിട്ട് എടുക്കേണ്ടത്. ആ കാര്യങ്ങളോട് ശ്രദ്ധിച്ച് ചോദിക്കുക. അപ്പോൾ എക്സാമിന് ഒട്ടും പേടിക്കണം, നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പറ്റുന്ന പോലെ ട്രൈ ചെയ്യുക. ലെറ്റ്സ് സീ.